ഹലോ, എല്ലാവരും എന്തു പറയുന്നു? ഇത് നമ്മുടെ ഹാഫ് എ ഡേ ആണ് കാണിച്ചു തരുന്നത്. അപ്പോൾ കാലത്ത് എണീറ്റ ഉടനെ ഞാൻ ദൈവത്തിനൊന്ന് തൊഴുത് നമ്മുടെ ബാത്റൂമിലൊക്കെ പോയതിന് ശേഷം ചായ വെക്കും. പല്ല് തേക്കാൻ നിൽക്കില്ല, അതിന് മുന്നേ ചായ വെക്കും. അപ്പം എന്നാലല്ലേ പല്ല് തേച്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ കഴിക്കാൻ പറ്റുള്ളൂ. ഈ തൈറോയ്ഡ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ കാലത്ത് എനിക്ക് വേഗം മെഡിസിൻ എടുക്കണം. മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ചായ കുടിക്കാം, 2 മണിക്കൂർ കഴിഞ്ഞ് ചായ കുടിക്കാം. അപ്പൊ അങ്ങനെ ഇപ്പോൾ പാലെടുത്ത് ഇതിപ്പോ ഞാൻ നിൽക്കുന്നത് ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ്. എൻ്റെ വീട് തന്നെ പറയാം. അപ്പൊ ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മള് പാല് വന്ന് അവിടെ ഒരു ബാഗ് വെച്ചിട്ടുണ്ട്, ആ ബാഗിനകത്ത് വെച്ചിട്ടുണ്ടാവും. ആ പാലെടുത്ത് കൊണ്ടുവന്നിട്ട് ചായ ഉണ്ടാക്കിയാൽ മതി. ഞാന് വളരെ ഫാസ്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും. അത് ഞാൻ എന്നെ ഇതാക്കി പറയണതല്ല. നമ്മളൊരു ഒരു സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ചെയ്യാൻ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് ടഫായിരിക്കും. അതിനുശേഷം എല്ലാം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാം നോക്കിക്കണ്ട് നമ്മളതിൻ്റെ അറേഞ്ച് ചെയ്ത് വെച്ച് ചെയ്യാൻ ഓരോന്നും അറേഞ്ച് ചെയ്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് സമയം ലാഭിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഓരോന്ന് ചെയ്യുന്നത് നമ്മളെ ഇന്നത് കഴിഞ്ഞ് ഇന്നത് ചെയ്യാം അങ്ങനെയല്ല. നമുക്കൊരു പ്ലാനിങ് തന്നെ തലേന്ന് ഉണ്ടാക്കി വെക്കുന്നത് എപ്പോഴും തലേ ദിവസം തന്നെ നമ്മളൊരു പ്ലാനിങ് നമ്മുടെ ലൈഫിന് എപ്പോഴും നല്ലത്. നമുക്ക് എപ്പോഴും തലേന്ന് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ തലേന്ന് തന്നെ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. അത് നമ്മുടെ ജീവിതത്തിന് ഒരു സക്സസ് തന്നെയാണ്. നമ്മളൊരാളുടെ അപ്രീസിയേഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം അറേഞ്ച് ചെയ്ത് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഒരാളുടെ നിന്ന് അപ്രീസിയേഷൻ കിട്ടാം. പെട്ടെന്നുണ്ടാകുന്ന സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾക്ക് കിട്ടുന്ന നമ്മുടെ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതി അനുസരിച്ചിരിക്കും. പക്ഷെ നമ്മൾ ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ നമുക്ക് പ്രിപ്പറേഷൻ എന്തായാലും വേണം. ഒരു കാര്യം ചെയ്യുന്നതിന് നമുക്ക് പ്രിപ്പയർ ചെയ്ത് ചെയ്യുമ്പോൾ അതിന്റെ ടേസ്റ്റും, ഇപ്പൊ ഫുഡിന്റെ കാര്യമാണെങ്കിൽ അതിന്റെ ടേസ്റ്റും അതിന്റെ നീറ്റ്നെസ്സും, ഒരു കാര്യം ചെയ്യുന്നതിന്റെ നീറ്റ്നെസ് എല്ലാം നമ്മുടെ മൈൻഡ് പ്രിപ്പയർ ചെയ്യുന്നതനുസരിച്ചിരിക്കും. പിന്നെ കാലത്തിനേറ്റ് കുളിച്ച് കഴിഞ്ഞ് വെക്കാന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ പോസിബിൾ ആയ കാര്യം എനിക്കല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾക്ക് ഒരു 7:30 ചേച്ചിയുടെ മോൾക്ക് ഒരു 7:30 പോകണം. അപ്പൊ ഞാൻ ദുബായിലാണെങ്കിൽ എനിക്ക് തീരെയും പറ്റില്ല, എൻ്റെ മോന് 6:30 പോകണം. അപ്പൊ ഇവിടെ ആകുമ്പോൾ ഇത്തിരി സാവകാശം ഉണ്ട്. ഇതിപ്പോ ഒരു സൺഡേ ദിവസമാണ്. എനിക്ക് വീട്ടിൽ വയസ്സായ എൻ്റെ അപ്പനുണ്ട്. എൻ്റെ അപ്പന് 85 വയസ്സായതാണ്. അപ്പം വേഗം ഭക്ഷണമാക്കി ആൾക്കൊരു 8:30 ആകുമ്പോഴേക്കും ഭക്ഷണം കൊടുക്കാന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും വേഗം ചെയ്യണത്. എന്താ യൂട്യൂബ് ഇത്രയും ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 2018 യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇപ്പൊ നല്ല നല്ല രീതിയിൽ നല്ല നല്ല വീഡിയോസ് ചെയ്ത് നല്ല കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല രീതിയിൽ ഇപ്പൊ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ അന്ന് ഡ്രോപ്പ് ചെയ്തു. എനിക്ക് സബ്സ്ക്രൈബേഴ്സിനൊന്നും കിട്ടാണ്ടായപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്തു. പക്ഷെ അതല്ല വേണ്ടതായിരുന്നെന്ന് എനിക്കിപ്പോ മനസ്സിലായി. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയില്ലെങ്കിലും ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഒരു മെമ്മറിയാണ്. നമ്മൾ പിന്നീട് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമല്ലേ, അത് ഭയങ്കര ഒരു ഫീലാണ് നമുക്ക്. ഓരോ വീഡിയോസും ഞാൻ സേവ് ചെയ്ത് വെക്കും. ഇത് അപ്ലോഡ് ചെയ്യാൻ മാത്രമല്ല, സേവ് ചെയ്തും കൂടി വെക്കുമ്പോൾ നമുക്ക് പിന്നീട് അത് കാണുമ്പോൾ ഭയങ്കര മെമ്മറിയാണ്. എനിക്ക് കുറെ കാര്യങ്ങളൊന്നും സേവ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഒറ്റ വിഷമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഞാൻ എനിക്കിപ്പോ 56 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷെ അതിലും മോസ്റ്റ്ലി എല്ലാവരും കാണുന്നവരല്ല. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതും പിന്നെ കാണുമ്പോൾ അത് എനിക്കൊരു ഹാപ്പിനെസ് തന്നതും, പിന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ നമുക്ക് സാധിക്കൂട്ടാ. നമ്മള് ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ ആയിട്ട് ജീവിക്കാൻ വെച്ചാൽ നല്ലതാന്ന് പറയില്ലേ. എനിക്ക് അങ്ങനെ ജീവിക്കാൻ തന്നെയാണ് ഇഷ്ടം. എൻ്റെ കൂടെയുള്ളവരും ഞാൻ അങ്ങനെ കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്കിപ്പോ ഈ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ചോറ് വെക്കണം, ഇങ്ങനെ കറി വെക്കണം എന്ന് പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ നിന്ന് ഉദിച്ചു വന്ന കുറച്ച് കാര്യങ്ങളാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ നാട്ടിലുള്ള എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ ഇവിടെ ഉള്ള എൻ്റെ അപ്പനെയും ഒക്കെ നിങ്ങൾക്ക് ഒരു വട്ടം കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഇനി പോയിട്ട് 6 മാസം കഴിഞ്ഞല്ലേ വരുള്ളൂ. അപ്പോഴേനും അപ്പൻ്റെ ഒരു ചിത്രം എനിക്ക് ഈ വീഡിയോയിൽ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തു തന്നെ.
പിന്നെ നമ്മുടെ വീട്ടിൽ വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അവരോട് ഒരു 10 മിനിറ്റെങ്കിലും ഒരു ദിവസം സംസാരിക്കണം കേട്ടോ. അവർക്കത് മനസ്സിന് എത്ര ആശ്വാസം കിട്ടുന്നുള്ളത് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ പറ്റില്ല. എൻ്റെ അപ്പനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കാൻ ആൾക്കാരുള്ള കാരണം അവരൊന്നും അവരോട് അധികം സംസാരിക്കില്ല. അപ്പോൾ പല കാര്യങ്ങളും ആളും മറന്നിരിക്കുന്നു. ഞാൻ കുറെ നേരം സംസാരിച്ചപ്പോ ആള് കുറേ മറന്നിട്ടുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു 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 ഉറപ്പിച്ച്, അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു. എന്തെങ്കിലും സംസാരിക്കാനൊക്കെ കിട്ടുമ്പോൾ പഴയ കാര്യങ്ങൾ അവർക്ക് ഓർക്കാനും സംസാരിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്നത് നല്ലതാട്ടാ. നമ്മൾ അതിന്റെ കൂടെ തന്നെ നമ്മുടെ മക്കളെയും പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം, നമ്മളും ഒരു സമയത്ത് ഇതുപോലെയാവും. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സമയം പോലും നമ്മൾ വേസ്റ്റ് ആക്കരുത് എന്നുള്ള കാര്യം അവരെ മനസ്സിലാക്കണം. എനിക്കിതൊക്കെ പറഞ്ഞു തരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഈ വീഡിയോയിലൂടെ ഞാൻ പാസ് ചെയ്തു എന്ന് എനിക്ക് തോന്നുകയാണ്. അത് എൻ്റെ ജീവിതത്തിൽ തന്നെയല്ല, നിങ്ങളുടെ ജീവിതത്തിലും ഒരു ചെറിയ കാര്യം ഒരു മുതൽക്കൂട്ടായെന്ന് എനിക്ക് തോന്നാം. അപ്പനും അമ്മയൊക്കെ ഞങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അപ്പനും അമ്മയൊക്കെ ഞങ്ങളെ എത്ര സ്നേഹിച്ച് വളർത്തി, ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ സന്തോഷിപ്പിച്ച് ജീവിച്ച ആൾക്കാരാണ്. അപ്പൊ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സ്നേഹം മാത്രമാണ്. നല്ല ചികിത്സയും നല്ല സ്നേഹവും. അതില് എന്തിനും ഈ ലോകത്ത് പണം വേണം, എന്നാലും നല്ല ചികിത്സ കൊടുക്കാനും സ്നേഹിക്കാനും അവരെ ശ്രദ്ധിക്കണം. ഞാനിത് ഇപ്പൊ ഒരു നാളികേരം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടല്ലോ, അത് എനിക്ക് നാളികേരം കിട്ടിയപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. അതിന്റെ മുഖം അത് കണ്ടപ്പോൾ ഞാനൊന്ന് വേഗം വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഏകദേശം എന്റെ ചോറും കറികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. എല്ലാം ആക്കി പെട്ടെന്ന് പെട്ടെന്ന് വേഗം ആക്കി കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വേഗം വേഗം ചെയ്യാം. പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുളിക്കാം, പിന്നെ എനിക്ക് നാളത്തേക്കുള്ള കാര്യങ്ങൾ എഴുതി വെക്കാം, എനിക്ക് വീട്ടുകാരായിട്ട് സംസാരിക്കാം, ഒക്കെ കുറേ സമയങ്ങൾ കിട്ടും. അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിൽ വരാറുള്ള അമ്മമ്മ ഒന്നും വന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചോറും കറിയൊക്കെ വെച്ചത് കേട്ടോ. അല്ലെങ്കിൽ അമ്മമ്മയായിരിക്കും വെക്കുക. ഞാൻ എൻ്റെ ദുബായിലെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാട്ടാ. ഞാൻ എൻ്റെ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ചേച്ചി പറയാണ് എന്റെ വീഡിയോ എടുക്കണ്ടെന്ന്, വേഗം എടുക്കണ്ടെന്ന്. പക്ഷെ ഞാൻ ആ തപ്പില് വേഗം എടുത്തതാട്ടാ. ഇനി എനിക്ക് അവിടെ പോകുമ്പോ ഈ വീഡിയോ കാണുമ്പോൾ എന്റെ ചേച്ചീനെ എനിക്ക് നേരെ കാണാൻ പോലെ ആയില്ലേ. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ലല്ലോ, നമുക്ക് കുറെ ഗോചാറ്റും ബോട്ടിയും അങ്ങനെ ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻ ഉള്ള കാരണം നമുക്ക് ഏത് രാജ്യത്തിരുന്നാലും ഫുൾ ടൈം അവരെ കണ്ടുകൊണ്ടിരിക്കും. ഞാനിപ്പോ ദുബായിൽ പോയാലും ഇപ്പോഴും ഓൺലൈനിൽ ഓൺ ആക്കിയിടും ഇവരെപ്പോഴും കാണും. അതുകൊണ്ട് എനിക്ക് മിസ്സിങ് അധികം ഫീൽ ചെയ്യില്ല. പിന്നെ ഞാൻ ഇപ്പൊ ചെയ്യണതെന്ന് വെച്ചാൽ നാളത്തേക്ക് ഉള്ള കാര്യങ്ങൾ, എന്റെ വീഡിയോയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അപ്പൊ എഴുതി വെക്കുക മാത്രമാണ് ചെയ്യണേ കേട്ടോ. എന്റെ കൂടെ ഞങ്ങൾ സംസാരിക്കുകയും ചെയ്യേണ്ട, ചേച്ചി വേറെ സ്ഥലത്ത് നിൽക്കായിരുന്നു, ഞങ്ങൾ സംസാരിക്കുകയും ചെയ്യണ്ടായിരുന്നു. എനിക്ക് എല്ലാ കാര്യത്തിലും ഇങ്ങനെ പ്രിപ്പറേഷൻ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീഡിയോ ചെയ്യുന്ന കാര്യം മാത്രമല്ല, വീട്ടിലെ ഓരോ കാര്യങ്ങളും ഞാൻ തലേന്ന് എഴുതി വെക്കും. എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങൾ അപ്പൊ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് നോക്കുമ്പോൾ വാങ്ങിക്കുന്ന സാധനങ്ങളായാലും വേഗം വേഗം ഓർത്തെടുക്കാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും പറ്റി വിചാരിച്ച കാര്യം പോലും ഞാൻ ചിലപ്പോൾ എഴുതി വെക്കാറുണ്ട്. അത് ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം എളുപ്പത്തിൽ കാര്യങ്ങളാവുമല്ലോ. അത് ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ശീലമാണ്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം വെച്ച് നിങ്ങളും ചെയ്ത് നോക്കട്ടാ. അപ്പനോട് സംസാരിക്കുന്ന ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇന്ന് കാലത്താ ഇന്നലെ അല്ലേ? സുഖമായി അതെ. ഒന്ന് പറഞ്ഞു. ഇന്ന് വീട്ടിൽ നല്ല മഴയായിരുന്നു. നമ്മുടെ നാട്ടിൽ നല്ല മഴയായതുകൊണ്ട് പുറത്തൊന്നും പോകാൻ പറ്റിയില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.